പടവലത്തോരനാണ് ഉണ്ടാക്കുന്നത്. പടവലത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത്. വറുക്കുന്നതിന് വേണ്ടി 3 വറ്റൽമുളക്, ഒരു അര ടീസ്പൂൺ കടുക്, ഒരു മുക്കാൽ ടീസ്പൂൺ ക്രഷ്ഡ് ഉഴുന്നുപരിപ്പ്, കറിവേപ്പില, ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, 2 അരി വെളുത്തുള്ളി, ഇത് 3 കൂടി ചതച്ച് വെക്കണം, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു പടവലങ്ങ തോരൻ ഉണ്ടാക്കാം. പടവലങ്ങയുടെ തോല് ഇതുപോലെ കളയണം. ഇനി നമുക്ക് അതിനെ 2ആയി മുറിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കളയണം. അതിനുശേഷം ഇതുപോലെ നീളത്തിൽ 1 ഇഞ്ച് കഷ്ണം നീളത്തിൽ മുറിച്ചിടണം. ഇതുപോലെയാണ് മുറിക്കേണ്ടത്. ഇതെല്ലാം മുറിച്ചതിന് ശേഷം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ പടവലങ്ങ ഇതുപോലെ മുറിച്ച് വെക്കണം. അത് മുറിച്ച് കഴുകി വെച്ചതാണ്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിടണം. കടുക് പൊട്ടുന്നുണ്ട്. ഇനി ഇതിൽ ഞാൻ മുറിച്ച വറ്റൽമുളകും കറിവേപ്പിലയും ക്രഷ്ഡ് ഉഴുന്നുപരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് പടവലങ്ങ കഷ്ണം ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെക്കണം. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇത് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ 5 മിനിറ്റായി. ഞാനിതിൻ്റെ മൂടി എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കണം. പിന്നെ ചതച്ച് വെച്ച തേങ്ങയും കൂടി ചേർക്കണം. ഇനി നന്നായി
ഇളക്കി ഇതിൽ വെള്ളം പൂർണ്ണമായിട്ട് വറ്റുന്ന സമയത്ത് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ല ടേസ്റ്റിയാണ്, വളരെ ഈസി ആയി ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു കറി ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പം ആയി. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം ഇതിൻ്റെ രുചി. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തോരൻ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.